തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കും ചർച്ചയും ഇടയാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണ വിജയിച്ചിരിക്കുകയാണ്. വൈഷ്ണ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിബന്ധങ്ങൾ അതിജീവിച്ചാണ് വരുന്നത്. വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിജയത്തെ കാണും? തികച്ച സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ തികച്ച സന്തോഷവും അതിലുപരിയായി അഭിമാനകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഉൾപ്പെടെ വരുന്ന എല്ലാവരും നമുക്ക് ഒരുക്കി തന്ന ഒരു അവസരമായിരുന്നു മത്സരിക്കുക എന്നുള്ളത്. ആ അവസരം നമുക്ക് അത്രയും നന്നായി വിനിയോഗിക്കാൻ പറ്റി. നമ്മളിന്ന് മത്സരിച്ച് മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ വിജയിപ്പിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്. മുട്ടടയിൽ LDFൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ഏറെക്കാലമായി UDF ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതാണ്. ഒടുവിൽ ഒരു പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിയിലൂടെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. അഭിമാനത്തോടെയാണ്. തീർച്ചയായും. കാരണം വെട്ടിപ്പോയ വോട്ട് കൂട്ടിച്ചേർത്ത് മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും അഭിമാനകരം തന്നെയാണ്. കാരണം ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം, സത്യം ജയിക്കും എന്നുള്ളതാണ്. സത്യം ജയിച്ചു. ജനാധിപത്യമാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. മുട്ടടയിൽ ഈ അട്ടിമറി വിജയത്തിന് വഴിയൊരുക്കിയ എന്താണ്? എന്തൊക്കെ ഘടകങ്ങളാണ് വിജയിക്കാൻ കാരണമായത്? എങ്ങനെയാണ് വിലയിരുത്തുന്നത് വിജയത്തെ? വിജയിക്കാൻ കാരണമായ ഘടകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരെയാണ് കൂടുതലായി കണ്ടതും കാര്യങ്ങൾ പറഞ്ഞതുമെല്ലാം. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അമ്മമാരെല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്ന ആളുകളായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് നമുക്ക് സാധാരണക്കാരിൽ നിന്ന് കിട്ടും. ഈ പറഞ്ഞ പോലെ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയം, ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ടില്ലാതെ മടങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നഷ്ടമാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് മുട്ടടയിൽ മാത്രമല്ല, ഒട്ടുമിക്ക വാർഡുകളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വോട്ടർ പട്ടികയെന്ന് പേര് വെട്ടാനുള്ള ശ്രമം അതൊരു ഗൂഢാലോചനയാണെന്ന് ഇപ്പോഴും സംശയിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വോട്ടുകൾ വെട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു തികച്ചും രാഷ്ട്രീയപരമായാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. എൻ്റെ മാത്രമല്ല, വോട്ടില്ലാതെയുള്ള ഒരുപാട് പേര് മുട്ടടയിൽ ഉൾപ്പെടെ വരുന്ന വാർഡുകളിൽ ഇന്നും ഉണ്ട്. അത് നിങ്ങളൊരു ഡേറ്റ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ. മുട്ടടയിൽ ഇപ്പോൾ വിജയിച്ചു, ഇനി കൗൺസിലറാണ്. പ്രഥമ പരിഗണന എന്തിനായിരിക്കും? നമ്മൾ സാധാരണക്കാരെ തന്നെയാണ് കൂടുതൽ പരിഗണിക്കാൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു ഇത്രയും നാൾ അവിടെ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെയാവില്ല. രാഷ്ട്രീയമൊന്നും നോക്കാതെ, മറ്റ് ഭേദഗതികളൊന്നും തന്നെ നോക്കാതെ നമ്മൾ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന തരത്തിലേക്കായിരിക്കും. എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞാൽ ഇത് വട്ടിയൂർക്കാവിൻ്റെ ഭാഗമാണ്. വട്ടിയൂർക്കാവിൽ മറ്റ് പല ഡിവിഷനുകളിലും UDFന് അപ്രതീക്ഷിതമായി മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ, സാധാരണക്കാരൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മാറ്റത്തിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പലരും ജയിച്ച സ്ഥാനാർത്ഥികളുണ്ട്. UDFൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചവരുണ്ട്. അപ്പം അട്ടിമറി ജയം തന്നെയാണ് എല്ലായിടത്തും ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. 2026 കേരളം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോകും. അങ്ങനെ വലിയ പോരാട്ടത്തിനൊടുവിലാണ് വൈഷ്ണവക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചത് മുട്ടടയിൽ. അങ്ങനെ പോരാടി നേടിയ വിജയമായി വൈഷ്ണവയുടെ വിജയത്തെ കാണേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ. ഷിപ്പാൽ, റിപ്പോർട്ടർ തിരുവനന്തപുരം.